ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഒരു മോർണിംഗ് റൂട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഏട്ടന് വർക്കുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു മോർണിംഗ് റൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ പുറത്തൊക്കെ വന്നു, സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്നു. ഞാൻ എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്ന് എന്നിട്ടാണ് ഞാൻ പിന്നെ പണികൾക്കൊക്കെ പോവുള്ളൂ. അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ നടന്ന് ഞാൻ പോയി പല്ല് തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പല്ല് തേക്കാണ്. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു, മുഖമൊക്കെ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ കഴുകി. ഞാൻ തലേദിവസം തന്നെ ചോറ് വേവിച്ച് വെക്കും, പകുതി വേവിൽ വേവിച്ച് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം എണീറ്റിട്ടാണ് അത് നന്നായി കഴുകിയിട്ട് അത് തിളപ്പിച്ച് ഊറ്റും. അപ്പം ഞാൻ ചോറൊക്കെ ഞാൻ കറണ്ട് അടുപ്പിലാണ് വെക്കുക, ഗ്യാസിൽ വെക്കാറില്ല. കറി ചായ അങ്ങനത്തെയൊക്കെയാണ് ഗ്യാസിൽ വെക്കുക. അപ്പോൾ ചോറൊക്കെ കഴുകി ഞാൻ കറണ്ട് അടുപ്പൊക്കെ ഓണാക്കി കറണ്ട് അടുപ്പിൽ വെച്ചു. രാവിലെ തന്നെ ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല. വല്ല ഇടയ്ക്ക് കുടിക്കും, ഇടയ്ക്ക് കുടിക്കില്ല. തോന്നും ചായ കുടിച്ചാലോ എന്ന് തോന്നുമ്പോൾ കുടിക്കും, അല്ലെങ്കിൽ കുടിക്കില്ല. അപ്പം ഞാനൊരു ഗ്ലാസ് ലൈറ്റ് ചൂടുവെള്ളം ഞാനൊരു കപ്പ് കുടിച്ചു. അപ്പോൾ രാവിലെ തന്നെ തൊണ്ട ഒരു മാതിരി ആയിരിക്കും. അപ്പോൾ ചൂടുവെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ തൊണ്ടയ്ക്കൊരു സുഖമായിരിക്കും. അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഏട്ടന് പോകുമ്പോഴേക്കും കറി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം അങ്ങനെ മുട്ട പുഴുങ്ങാമെന്ന് വിചാരിച്ചു. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. അതിലേക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ സബോള, തക്കാളി, ഉരുളക്കിഴങ്ങൊക്കെ എടുത്തു. അതൊക്കെ അരിഞ്ഞു വെച്ച് ചട്ടി വെച്ച് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ ഞാൻ കടുകിട്ട് പൊട്ടിച്ച് സബോളയും തക്കാളിയും ഒക്കെ കൂടി നന്നായി വഴറ്റി ഒരു തട്ടിക്കുട്ടി മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ സബോള ഇട്ടു. സബോള നന്നായി വാടി വന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം വാടുന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സബോളയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നായി വഴറ്റി. അത് വഴറ്റി വന്നപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടു. ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊന്നും എൻ്റെ കയ്യിലില്ല, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ച ദിവസം ഞങ്ങളുടെ നാട്ടിൽ ചന്തയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ചന്തയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അത് കാരണം ഞാൻ ചെറിയൊരു തട്ടിക്കൂട്ട് ഉണ്ടാക്കി. അതിലേക്ക് വാടി വന്നപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയൊക്കെ ഇട്ട് അതൊക്കെ നന്നായി ആ പച്ചമണം പോകുന്ന വരെ നന്നായി വഴറ്റി അതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. പച്ചവെള്ളം ഒഴിക്കുന്നവരുണ്ട്, ചൂടുവെള്ളം ഒഴിക്കുന്നവരുണ്ട്. ഞാൻ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അത് തിളച്ച് വന്നപ്പോഴേക്കും മുട്ടക്കറിയായി. അങ്ങനെ ചോറൊക്കെ വാർത്ത് വെച്ചു. അങ്ങനെ ഏട്ടനെ ചോറ് നിറയ്ക്കുകയാണ്. അപ്പം നല്ല ചൂടുണ്ടായിരുന്നു. ചോറൊക്കെ ഇനി ചൂടാറാനായിട്ട് വെക്കണം. നല്ല മാങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു. അങ്ങനെ മാങ്ങ ചമ്മന്തിയും കൊണ്ടുപോകാനുള്ള ചോറും ഏട്ടന് കഴിക്കാനുള്ള ചോറൊക്കെ ഞാൻ അങ്ങനെ ഫാൻ്റെ ചൂട്ടിലൊക്കെ വെച്ച് ചൂടാറി. അപ്പോൾ ഏട്ടൻ കുളിക്കാനും ബാത്റൂമിലേക്കൊക്കെ പോയി വന്നു. അങ്ങനെ ഏട്ടനും ഉമ്മയൊക്കെ കൊടുത്ത് ബായ് പറഞ്ഞ് ഏട്ടൻ പോവാണ്. ഞങ്ങളുടെ വീട് പാറ സൈഡായ കാരണം പാറയിൽ നിന്ന് വണ്ടി ഇറക്കാൻ പറ്റില്ല. അപ്പോൾ കഴുകാനുള്ള കാരണം വണ്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു മോർണിംഗ് റൂട്ടിയാണ്. ഈ മോർണിംഗ് റൂട്ടി ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതായിരിക്കും. ബൈ.